ഹായ് ഡിയേഴ്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പാത്തിയിലാണ്. രഥോത്സവം കഴിഞ്ഞപ്പോൾ ഒരാഴ്ച ആവാറായിട്ടുണ്ടെന്നുണ്ടെങ്കിലും കൽപ്പാത്തി അഗ്രഹാരത്തിൽ ഇപ്പോഴും ജനത്തിരക്കൊട്ടും കുറഞ്ഞിട്ടില്ല. രഥോത്സവം നടക്കുന്നതിന് കുറേ ദിവസങ്ങൾ മുൻപ് തന്നെ അഗ്രഹാരം മുഴുവൻ ഇതുപോലുള്ള കടകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും രഥോത്സവം കഴിഞ്ഞിട്ടും ഒരാഴ്ചയിലധികം ഇതുപോലുള്ള കടകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതായത് നമ്മളിവിടെ പറയാറുള്ളത് ഗുരുവായൂർ ഏകാദശി വരുമല്ലോ, ഏകദേശം ആ സമയം വരെയൊക്കെ ഈ തേര് കടകൾ അഗ്രഹാരത്തിൽ തന്നെ ഉണ്ടാവാറുണ്ട്. തേര് നടക്കുന്നതിന് 2-3 ദിവസം മുൻപ് നമ്മൾ കൽപ്പാത്തിയിലോട്ട് പോയപ്പോൾ എടുത്ത വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ തന്നെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് രഥോത്സവമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഒരിക്കൽ കൂടെ കൽപ്പാത്തിയിലോട്ട് പോവുകയാണ് സാധാരണ ചെയ്യാറുള്ളത് എന്ന്. നമ്മളവിടെ ഏകദേശം ഒരു 4:30 സമയത്തൊക്കെയാണ് കേട്ടോ എത്തിയത്. നമ്മളവിടെ എത്തുന്ന സമയത്ത് തന്നെ കുറച്ചധികം ആളുകളൊക്കെ നേരത്തെ അവിടെ എത്തി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് തിരിച്ചു പോകുന്നവരും ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ബോർഡ് കണ്ടില്ലേ, ഏതെടുത്താലും 20 രൂപ എന്ന്. ഇതേപോലെ തന്നെ 30, 50, 100 എന്നൊക്കെ ഉള്ള ഒരുപാട് സ്റ്റാളുകൾ അതിനകത്തുണ്ട്. സ്റ്റീലും പ്ലാസ്റ്റിക്കും ഭരണിയും ഇത് മാത്രമല്ല കേട്ടോ, നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതേപോലെ തന്നെ ഓരോ സ്റ്റാളുകളായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണല്ലോ. ഇനിയിപ്പോൾ വാങ്ങിച്ചില്ലെങ്കിലും ഇതൊക്കെ കണ്ടു നടക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്കൊരു സംഭവം മനസ്സിലായത്. ഇതിന്നൊരു കൊട്ട വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതെല്ലാം നോക്കിയത് കേട്ടോ. അത്യാവശ്യം ഇത് വലിപ്പുണ്ടല്ലോ, അപ്പം നമ്മൾ തിരിച്ചു പോകുന്നത് വരെയും അത്രയും സമയം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ തിരിച്ചിങ്ങോട്ട് നടക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ വേറെ എന്തൊക്കെയോ കാഴ്ചകൾ കണ്ടിട്ട് അത് വാങ്ങിക്കാൻ അങ്ങോട്ട് മറന്നു. ഇനിയിപ്പോൾ വീണ്ടും ഒരു ദിവസം കൂടെ പോകണം. നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ന്യൂസ് പേപ്പറിനകത്ത് പൊതിഞ്ഞാണ് തരാറുള്ളത്. ഇനിയിപ്പോൾ വളയോ മാലയോ കമ്മലോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ബ്രൗൺ കവർ ഉണ്ടല്ലോ അതിനകത്ത് പാക്ക് ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം കൂടെ പിടിച്ച് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ എപ്പോൾ പോകുമ്പോഴും ഇതുപോലെ തന്നെ ഒരു ബാഗ് എടുത്തിട്ടാണ് പോകാറുള്ളത്. നമ്മുടെ ചെറിയ മോനുണ്ടല്ലോ, അവൻ തിരക്കില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത്. തിരക്കുണ്ടാവുമ്പോൾ അവനെ നടത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വിഷ്ണു എടുത്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. അതുകൊണ്ട് എൻ്റെ കൂടെ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ കൂടെ നിന്നത് നമ്മളുടെ വ്യോം തന്നെയാണ്. കുറച്ച് വർഷങ്ങൾ, അതായത് ഏകദേശം ഒരു 3-4 വർഷം മുൻപ് വരയ്ക്കും എൻ്റെ ഒക്കത്തിരുന്ന് ഓരോ കടയിൽ കയറുമ്പോഴും എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരുന്ന ആളാണ്. എത്ര പെട്ടെന്നാണ് ഇപ്പോൾ ഈ കുട്ടികളൊക്കെ വലുതാവുന്നത് അല്ലേ. അവർ മാത്രമല്ല, നമുക്കും പ്രായം കൂടുന്നുണ്ട്. വ്യോമനിപ്പോൾ അവിടെ കാണുന്ന ടോയ്സ് ഒന്നും ആവശ്യമില്ല. അവൻ എന്തോ 1-2 പെന്നോ പിന്നെ സ്റ്റീൽ മാലയോ കറങ്ങുന്ന കീ ചെയിനോ അങ്ങനെ എന്തൊക്കെയാണ് വേണമെന്ന് പറഞ്ഞ് ഇതുവരെയും നോക്കിയിട്ട് അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഹൃദയ ബേബി ഉണ്ടല്ലോ, ആൾക്ക് കാണുന്ന എല്ലാ സാധനങ്ങളും വേണം. മുൻപൊരു വീട്ടിട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആള് 3-4 ടോയ്സ് ഒക്കെ വാങ്ങി കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു എന്ന്. വീടെത്തി കുറച്ച് സമയത്തിനകത്ത് തന്നെ അതിൻ്റെ പണിയെല്ലാം തീർത്തിരുന്നു കേട്ടോ. ഇപ്പം ആശാന് അവിടെ കാണുന്ന ഒരെണ്ണം പോരാ, എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. അല്ലെങ്കിൽ ഇപ്പം ഇത്രയധികം സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിരിക്കുന്ന കാണുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ വാങ്ങിക്കാതിരിക്കാൻ പറ്റുക. നമുക്ക് തന്നെ ഓരോ കടകളിലെത്തുമ്പോഴും ഓരോ സാധനങ്ങൾ വാങ്ങിക്കാതെ തിരിച്ചിങ്ങോട്ട് ഇറങ്ങാൻ പറ്റണില്ല. പിന്നെ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ. അവിടെ നിൽക്കുന്ന ചേട്ടനാണെന്നുണ്ടെങ്കിൽ കുട്ടികളെല്ലാവരും അങ്ങോട്ട് ഓടിച്ചെല്ലാനായിട്ട് ഇതുപോലുള്ള ഓരോ കാഴ്ചകളും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വെറൈറ്റി ടോയ്സുകളൊക്കെ ഉള്ള ഒരുപാട് കടകൾ അതിനകത്തുണ്ട് കേട്ടോ. എല്ലാത്തരം വിത്തുകളും അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റാളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ വിത്തുകളുടെയൊക്കെ പോലുള്ള ഒരു സ്റ്റാൾ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന്. വേറെ എല്ലാത്തിൻ്റെയും 3-4 കടകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ടോയ്സിൻ്റെയോ കമ്മലിൻ്റെയോ പാത്രങ്ങളുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം കടകൾ, നമുക്ക് എണ്ണാവുന്നതിലും അപ്പുറം കടകൾ തന്നെ ഉണ്ട്. 2 വർഷം മുൻപ് വരയ്ക്കും നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ പൈസ ചേഞ്ച് ആക്കി കയ്യിൽ വെച്ചിട്ട് വേണം പോവാൻ. ഇപ്പം ഈ ഓൺലൈൻ പേയ്മെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നതുകൊണ്ട് ഫോൺ മാത്രം മതി കയ്യിൽ. അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. പക്ഷേങ്കിലുണ്ടടാ, നമ്മൾ ഈ പോപ്കോൺ വാങ്ങിക്കാൻ പോയിട്ട് 40 രൂപ എന്നാണ് തോന്നുന്നു അതിന് പൈസ പറഞ്ഞത്. അത് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുമ്പോഴുണ്ട് ബാങ്ക് സെർവർ എറർ. എൻ്റെയും വിഷ്ണുവിൻ്റെയും ഫോണിന്നൊക്കെ ട്രൈ ചെയ്തിട്ട് സംഭവം ശരിയാവണില്ല. അപ്പോഴാണ് പറഞ്ഞത് SBIൻ്റെ സെർവർ എററാണ്, കുറച്ച് പേർക്ക് ഇതേ പ്രശ്നം ഉണ്ടെന്ന്. പിന്നെ വേറെ ബാങ്കിൻ്റെയും കൂടെ GP ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ആടയാഭരണങ്ങളും അലങ്കാരങ്ങളൊന്നും ഇല്ലാതെ തലയുയർത്തി തന്നെ നിൽക്കുന്ന രഥങ്ങളെ കണ്ടില്ലേ. അവർക്ക് എങ്ങനെയപ്പോൾ ഈ ഗമയില്ലാതിരിക്കുക അല്ലേ. രഥോത്സവം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും അഗ്രഹാരം തിരക്കൊഴിഞ്ഞിട്ടില്ലല്ലോ. ഈ ശിവക്ഷേത്രത്തിന്റെ മുമ്പിലായിട്ട് ഒരുപാട് സ്റ്റാളുകൾ എല്ലാ വർഷവും, അതായത് കഴിഞ്ഞ വർഷം വരയ്ക്കും ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇപ്രാവശ്യം അത് അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു കണക്കിനത് നന്നായി അല്ലേ. ഇപ്പൊ ഭഗവാനെ തൊഴാൻ വരുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യം സാധിക്കാം. അതിന് പകരമായിട്ട് അതിൽ കൂടുതൽ സ്റ്റാളുകൾ ഉൾക്കൊള്ളുന്ന ഒരു ബിൽഡിംഗ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇപ്രാവശ്യം മുതൽ തുടങ്ങിയിരിക്കുന്നതാണ്. ഇവിടെ എത്തിയപ്പോഴാണ് മോന് വേണമെന്ന് പറഞ്ഞ മാല കിട്ടിയത്. പക്ഷേങ്കിൽ കീ ചെയിൻ ആൾക്ക് അങ്ങോട്ട് സെറ്റായില്ല.
ഈ സമയമാകുമ്പോഴത്തേനും എല്ലായിടത്തും അത്യാവശ്യം തിരക്കായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 6 മണി സമയമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഈ അമ്പലത്തിന്റെ പരിസരത്തോട്ട് എത്തിയത് എന്നുള്ളത്. ഈ ഒരു സമയമാകുമ്പോൾ കുറച്ച് ഇരുട്ടാവൂലോ, അപ്പൊ ഫുൾ ലൈറ്റൊക്കെ ഓൺ ആയിട്ട് ഈ സാധനങ്ങൾ പ്രത്യേകിച്ച് ഈ കമ്മലമാലയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ ഇപ്പൊ ഈ കാണുന്ന സംഭവം കണ്ടോ, ഈ മൈലാഞ്ചി ഇടുന്നത് പോലെ തന്നെ ഇങ്ങനെ അച്ചല്ലേ ഇത്. മുൻപൊക്കെ നമ്മൾ ഈ മൈലാഞ്ചിയുടെ കളറിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ ടാറ്റു ചെയ്യുന്ന പോലെ ഗ്രീൻ കളറിലും ഉണ്ട്. ഇനിയിപ്പോൾ അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നോ, എനിക്ക് അറിയാനായിട്ടാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഒരാഴ്ചയൊക്കെ നിൽക്കുന്ന പറഞ്ഞിട്ടാണ് അവരെത്തിച്ച് വെച്ചു കൊടുക്കണതെന്നുണ്ടെങ്കിലും ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ചേച്ചി പറഞ്ഞത് 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേനും അത് പോകണ്ടെന്നാണ്. എത്ര അധികം സ്റ്റാളുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഓരോ കടകളിലെത്തുമ്പോഴും ഓരോ സാധനങ്ങളും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എവിടെ എത്തിയാലും അതിൻ്റെ മുമ്പിൽ കുറച്ചു നേരം നിൽക്കാതെ നമുക്ക് അങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഫാൻസി ഐറ്റംസ് അത് എത്ര കണ്ടാലും മടുക്കില്ലല്ലോ. വിഷ്ണു ആണെങ്കിൽ ഹൃദയവിനെ എടുത്ത് നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഓരോ സാധനങ്ങളായി വാങ്ങിച്ച് മോൻ ബാഗ് തൂക്കി നടക്കുന്ന കണ്ടോ, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ഒന്നും കൂടുതലായിട്ടുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിങ്ങനെ ഒരുപാട് നടന്ന് മടുക്കുന്ന സമയത്ത് സത്യത്തിൽ മടുക്കില്ല കേട്ടോ. കാരണം നമ്മൾ ഓരോ കാഴ്ചകളായി കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ സമയം പോകുന്നതേ അറിയുന്നില്ല. പക്ഷേ ഇങ്ങനെ നടന്നു പോകുന്നതിനിടയ്ക്കൊക്കെ നമുക്ക് കഴിക്കാനായിട്ടുള്ള ഓരോ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഐസ്ക്രീമും ജ്യൂസും മുളക് ബജിയും കാളനും അങ്ങനെ പല പല സാധനങ്ങളും ഇടയിലിടയിലൊക്കെ ഉണ്ട്. അഗ്രഹാരം മുഴുവൻ, അതായത് ഇപ്പം ഈ കാണുന്ന റോഡിൻ്റെ 2 സൈഡിലുമായിട്ടും ഇങ്ങനെ കടകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ ഒരു സൈഡിലൂടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മറ്റേ സൈഡിലൂടെയാണ് കേട്ടോ വന്നത്. നമ്മൾ മാത്രമല്ല, എല്ലാവരും അതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് എല്ലാ കടകളും കണ്ട് വാങ്ങിക്കേണ്ടതെല്ലാം വാങ്ങിച്ചിങ്ങനെ വരാമല്ലോ. നമ്മൾ അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കാഴ്ചയും തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴുള്ള കാഴ്ചയും രണ്ടും രണ്ടാണ്. പോകുമ്പോൾ അധികം ഇരുട്ടായിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ അത്രയും തിരക്കും ഉണ്ടായിരുന്നില്ല. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ തിരക്ക് കൂടുതലായി എന്ന് മാത്രമല്ല, ഈ കടകളിലൊക്കെ ഫുള്ള് ലൈറ്റും ആയപ്പോൾ ആ സാധനങ്ങളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പം ഏകദേശം ഒരു 7 മണി 7:30 ആയിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് തിരിച്ച് അങ്ങോട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് ഇനിയിപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നവരാണ് കേട്ടോ കൂടുതൽ. അതായത് രാത്രി സമയത്താണല്ലോ ഇതെല്ലാം കണ്ടു നടക്കാൻ ഒരു പ്രത്യേക ഭംഗി. 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന ലിസ്റ്റിലുണ്ടായിരുന്നതൊക്കെ മറന്നുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാനും വിഷ്ണുവും കൂടെ മക്കളെയൊന്നും കൂട്ടാതെ ഇങ്ങോട്ട് ഒരു ദിവസം, അതിപ്പോൾ പകൽ സമയത്തൊക്കെ വരികയാണെങ്കിൽ അധികം തിരക്കുണ്ടാവില്ലല്ലോ, അങ്ങനെ വരാന്നുള്ള പ്ലാനിൽ നമ്മളിപ്പോൾ തൽക്കാലം വീട്ടിലേക്ക് വിട്ടു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.